നിങ്ങൾക്ക് ഡാർക്ക് കോമഡിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു കിടിലൻ സിനിമയായിരിക്കും മരണമാസം എന്ന് പറയുന്നത്. സിനിമയുടെ പേരിൽ തന്നെ ഏകദേശം എനിക്ക് സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇട്ടുള്ളത്. മരണമാസം എന്നുള്ളത് ഒരു മരണമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമയാണ്. ആ ഒരു പഴം വരെ ഇതിനകത്തൊരു ക്യാരക്ടറാണ് എന്നുള്ളതാണ് നൊമ്പരപ്പൂവൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ബേസിലെ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ടല്ലോ, ഇത്രയും ഫ്രീക്കനായിട്ട് ഇങ്ങനെ പൂക്കി ക്യാരക്ടർ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് ബേസിൽ പക്കയായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നല്ല രസമാണ്. നമ്മൾ യൂഷ്വലി ബേസിലെ എല്ലാ ക്യാരക്ടറും ബേസിൽ ഭംഗിയായിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഇതിനകത്തും അങ്ങനെ തന്നെയാണ്. ഇത് പക്ക ഒരു ഫ്രീക്കൻ ക്യാരക്ടർ, നാട്ടുകാർക്ക് മൊത്തം ശല്യമാണ്. അത് പറയുന്നുണ്ട് വരെ പണ്ട് സ്റ്റാഫ് റൂമിന് തീയിട്ട ആ ഒരു വൈബ്, ആ ഒരു ക്യാരക്ടർ. പിന്നെ സീരിയൽ കില്ലറൊക്കെ വൻ കോമഡി എന്ന് വെച്ചാൽ വൻ കോമഡി. അത് ഇപ്പോൾ കോമഡി എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര തമാശയായിട്ട് ചിരിക്കാൻ പറ്റുന്ന സാധനമൊന്നുമല്ല. അത് ഫുള്ള് ഡാർക്കാണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഈ സീരിയൽ കില്ലർ എന്തിനാണ് ഈ റിവെഞ്ച് അല്ലെങ്കിൽ ഈ ഒരു സീരിയൽ കില്ലിങ് നടത്തുന്നതിനുള്ള റീസൺ, അതേപോലെ തന്നെ ആളുകളെ ചൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ, അതൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഓരോ രീതിയിലാണ്. നമ്മളിങ്ങനെ മാസമാണെന്ന് വിചാരിക്കുന്ന ക്യാരക്ടേഴ്സൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ആയിരുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഭയങ്കര ഡിഫറൻ്റ് ആയിട്ട് പക്ഷേ ഭയങ്കര വെറൈറ്റി ആയിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടുപോകും, ഇങ്ങനെ ഒന്നും ആലോചിക്കാതിരുന്ന് കണ്ടുപോകുന്ന ഒരു സിനിമ. അതാണ് ഇതിനകത്ത് മറ്റേ നായകൻ ഈ പറയുന്ന പോലെ മറ്റേ മാസ് കാണിച്ചിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെ പോകുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇടിക്കുന്നൊന്നുമില്ല. അതാണ് ആ ഒരു സീരിയൽ കില്ലറെ കണ്ടുപിടിക്കുന്നത്, സീരിയൽ കില്ലറുമായിട്ട് പോകുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ആ പരിപാടിയൊന്നുമില്ല. ഒരു രാത്രി ഒരു ബസ്സിനകത്ത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷനിൽ കുറച്ചധികം ആളുകൾ, ഒരു 3-4 പേര്, ഇതിനകത്ത് ഡ്രൈവറുണ്ട്, കണ്ടക്ടറുണ്ട്, പിന്നെ ഒരു 2-3 പേരൊക്കെ വന്നിട്ട് നിൽക്കുന്നത്. പിന്നെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഈ ഒരു ബസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബസ്സിനകത്ത് നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് കാണിച്ചു പോകുന്നത്. അത് ഭയങ്കര രസകരമായിട്ട് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സും ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണെന്നുള്ളതാണ്. നായകനായാലും സിജു സണ്ണിയുടെ ക്യാരക്ടർ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടറാണത്. ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഭയങ്കര സാധനടിച്ച് നമ്മൾ കാണും അവസാനം വരെ. പക്ഷെ അവസാനം സിനിമ തീരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നും ഒരു ക്യാരക്ടർ. അത്രയും നേരം നമുക്കിങ്ങനെ അയ്യോ പാവം ക്യാരക്ടറെന്ന് തോന്നിയിട്ട് അവസാനം നമുക്ക് ഈ ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിന് തന്നെ അതിനോടൊരു ഡൗട്ട് എന്നൊരു സാധനമൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ കൊണ്ടുള്ളത്. പിന്നെ ബേസിലെ ക്യാരക്ടർ ഭയങ്കര ഈ മോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്ന ചില സമയത്ത്, അതായത് ആർക്കും വേണ്ടാത്തൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ആർക്കും ഒരു ഉപകാരമില്ലാത്ത ക്യാരക്ടർ, അത് മോട്ടിവേറ്റഡ് ആയിട്ട് പോകുന്നു, സീരിയൽ കില്ലറെ പിടിക്കാൻ പോകുന്നു. ആക്ച്വലി പോലീസുകാർ വിചാരിക്കുന്നത് ഈ ഒരു ക്യാരക്ടറാണ് പോലീസ് ഈ ഒരു സീരിയൽ കില്ലർ എന്നാണ്. പക്ഷേ ഒറിജിനൽ സീരിയൽ കില്ലറെ പിടിക്കാനായിട്ട് പോകുന്നതും ഇവർക്കറിയാം സീരിയൽ കില്ലർ ആരാണെന്നുള്ളതൊക്കെ. അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് ആ സാധനം ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു സീരിയൽ കില്ലർ ഈ ആളുകളെ കൊല്ലുന്ന ആദ്യം ഭയങ്കര ബ്രൂട്ടലായിട്ട് കൊല്ലുന്നേ കാണിക്കും. പക്ഷെ അവസാനം ഒരു ഭയങ്കര കോമഡിയാവും സീരിയൽ കില്ലർ എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന പോലെ കുറച്ച് ഡാർക്ക് സാധനമാവും. ക്യാരക്ടറും ഇങ്ങനെ മാറുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും. ബേസിലെ ക്യാരക്ടറൊക്കെ ഭയങ്കര പൊട്ടൻ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടൻ ക്യാരക്ടർ. നായിക കുറച്ച് ബോൾഡൊക്കെയാണ്, പക്ഷേ ഈ പറയുന്ന പോലെ ഭയങ്കര സീരിയസ് സിറ്റുവേഷൻ വരുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോകുന്നു. ഓരോ ക്യാരക്ടറും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. പിന്നെ ക്യാരക്ടർ നെയിംസ് എല്ലാം ഭയങ്കര ഡിഫറൻറ്റ്, ഭയങ്കര വെറൈറ്റി ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളൊരു സിനിമ. നമ്മൾ ബേസിൽ ഇങ്ങനൊരു ക്യാരക്ടർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഡാർക്ക് ഹ്യൂമറുകൾ മനസ്സിലാകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ. ഇങ്ങനെ ഡാർക്ക് കോമഡി ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മറ്റേ പൊട്ടിച്ചിരിക്കാനുള്ള സാധനങ്ങളൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. മറ്റേ ഫുൾ കോമഡി സാധനമൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. അങ്ങനത്തെ ഒരു സിനിമയല്ല ഇത്. ഇതൊരു വൈബിലിരുന്ന് കാണുക. വൈബിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ സാധനം ഇഷ്ടപ്പെടും. അങ്ങനെയാണ് സാധനം സെറ്റ് വെച്ചിട്ടുള്ളത്. കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.